അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. 2000 വർഷമായിട്ട് സ്വർഗത്തിന് തരാനുള്ള ക്രിസ്മസ് സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച മനുഷ്യർക്ക്, ക്രിസ്തുവിന് ലഭിച്ചവർക്ക് ആഘോഷിക്കാം ക്രിസ്മസ്. സ്വന്തമായതല്ല, ലൗകികമായതല്ല, സമൃദ്ധിയല്ല, മണി പവറോ മസിൽ പവറോ അല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ ഒരു കുടുംബത്തിന് കിട്ടുന്ന സന്തോഷമാണ് ക്രിസ്മസിൻ്റെ നക്ഷത്രം. അതുണ്ടെങ്കിൽ നമുക്കൊരു നക്ഷത്രം തൂക്കാം. എല്ലാവരോടും പറയാം, ഞാൻ ക്രിസ്തുവിനെ കിട്ടി, ഞങ്ങൾക്ക് അരുളപ്പാട് കിട്ടി, ഞങ്ങളുടെ സ്വന്തമായത് ഞങ്ങൾ അന്വേഷിച്ചില്ല, ഈ ലോകത്തിലെ ഞങ്ങൾ നോക്കിയില്ല, കാരണം ഏറ്റവും വിലയേറിയത് ഞങ്ങൾക്ക് കിട്ടി, അത് ദൈവം ഞങ്ങൾക്ക് തന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം കൊച്ചു മനുഷ്യരുടെ പുസ്തകമാണ്. ലോകത്തിലെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അപ്രധാന കഥാപാത്രങ്ങൾ. സെൻസസ് ഇനി വന്ന ആൾക്കൂട്ടത്തിൽ ജോസഫുണ്ട്, മറിയയുണ്ട്. ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ, ആരാധിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഹന്നയുണ്ട്, ശീമോനുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, വെളിമ്പ്രദേശത്ത് കാടുകളെ കാവൽ കാത്ത് കിടക്കുന്ന ഇടയന്മാരെ ദൈവമല്ലാതെ ആരാ ഓർക്കുന്നത്? ഈ പറഞ്ഞവർക്കാണ് ക്രിസ്മസ്. അവരാണ് ക്രിസ്മസിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ കൊണ്ടുവന്നത്. അവരാണ് ഇന്നെല്ലാ വീടുകളിലും, കടകളിലും, ഷോപ്പിംഗ് മാളുകളിലും, രാജകൊട്ടാരങ്ങളിലും, കുടിലുകളിലും നക്ഷത്രം വരാൻ കാരണമായത്. അവരുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ നസ്രായനുള്ള ഇടമായി മാറി. ജോസഫ് കല്യാണം കഴിച്ചു, കുടുംബജീവിതമില്ല, കുഞ്ഞ് തൻ്റെതല്ല. പക്ഷെ എന്നാലും ആ കുഞ്ഞിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മീഖയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ കുഞ്ഞ് ബത്ലഹേമിൽ ആ രജിസ്റ്ററിൽ കുഞ്ഞിൻ്റെ പേര് വരേണ്ടതാണ്. അവൻ പുറപ്പെടുകയാണ് നസറത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക്. ഒരു യൗവനക്കാരി, അവളുടെ വിവാഹ സ്വപ്നങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല അവൾക്ക് പ്രധാനമായി തോന്നിയത്, ദൈവജനത്തിൻ്റെ ആശ്വാസം. അവൾ ഏതൊരു ഭർത്തൃമതിയെക്കാളും യൗവനക്കാരിയെക്കാളും ഉത്സാഹമുള്ളവളായി അവൾ ബത്ലഹേമിലേക്ക് പുറപ്പെടുകയാണ്. സെൻസസ് എടുക്കാൻ വലിയൊരു കൂട്ടം അവിടെ വന്നിരിക്കുന്നു. ജോസഫിൻ്റെ ചാർച്ചക്കാരെ ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വഴിയമ്പലത്തിൽ താമസിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നു. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തേണ്ടി വന്നു. കുറെ ഇല്ല 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 വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ആ പുസ്തകം മുഴുവനും വേണേ അങ്ങനെ പറയാം. ചർച്ചക്കാരില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ല, ന്യായപ്രമാണപ്രകാരം ആട്ടിൻകുട്ടിയെ അർപ്പിക്കാനില്ല. ആ ഇല്ല 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 അല്ല അവിടെ ഉണ്ടായത്, മറിച്ച് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നു. ശലോമോന്റെ കൊട്ടാരത്തിൽ ശലോമോനെ സന്തോഷിപ്പിക്കാൻ പാട്ടുകാർ പാടിയതുപോലെ ഇടയന്മാരെ VIP-കളാക്കി ദൂതനും സംഘവും പാട്ടുപാടി. ആ പാട്ടിന്റെ സന്തോഷവും ഉത്സാഹവും അവർ ആ പുൽത്തൊഴുത്തിൽ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവ് എഴുതിയ ഓർഡർ ഇങ്ങനെയാണ്: മറിയയെയും ജോസഫിനെയും പിന്നെ കുട്ടിയെയും കണ്ടു. കാരണം അവരുടെ നിയോഗം മറിയയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്, ജോസഫിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്, പിന്നെ കുഞ്ഞിനെ കാണുക എന്നുള്ളതാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഈ ലോകത്തിലെ ഏറ്റവും കോടീശ്വരനും ഏറ്റവും വലിയ വ്യവസായിക്കും രാഷ്ട്രീയക്കാരനും പട്ടാളക്കാരനും ജ്ഞാനിക്കും ഭോഷനും ദരിദ്രനും നീതിമാനും അധമനും ക്രിസ്തുവിനെ വേണം. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. വെളിയിൽ കാവൽ കാത്ത് കിടന്ന ഇടയന്മാരെയാണ് ദൈവം അറിയിച്ചത്. ഇന്നും അങ്ങനെയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിൽ സ്വസ്ഥത അനുഭവിക്കുമ്പോൾ വെളിയിൽ പോയി ജോലി ചെയ്ത് കാശ് സമ്പാദിച്ച് ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കൂട്ടമുണ്ട്. മനുഷ്യരെ അവരെ അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നു. എല്ലാവരും ഉറങ്ങുമ്പോൾ ആട്ടിൻകൂട്ടത്തെ കാവൽ കാക്കാൻ ഉണർന്നിരിക്കുന്നവർ ദൈവം അവരെ അറിയുന്നു. അവരോട് കൊടുത്ത സന്ദേശമാണ് 2000 വർഷം കഴിഞ്ഞിട്ടും മാറാതെ നിൽക്കുന്നത്. അത്യുന്നതങ്ങളിൽ ഏറ്റവും ഉന്നതമായ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്താം. ദൈവത്തിന് മഹത്വമാണ്. ദൈവപ്രസാദം കിട്ടാൻ തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ കർത്താവിന് ഇടമുണ്ടെങ്കിൽ, ദൈവപ്രസാദം ലഭിച്ച മനുഷ്യർ ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് 2000 വർഷമായിട്ടും സഭ തഴച്ചു വളരുകയാണ്. സഭ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്.
സഭ ജാതികളുടെ രാജ്യങ്ങളെ വാഴുകയാണ്. കാരണം ഒരു ശീമോനുണ്ട്, ഒരു ഹന്നയുണ്ട്. ശീമോൻ എന്ത് സ്വന്തമായിട്ടുണ്ടെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നോക്കിക്കേ. മരണം കാണുകയില്ല, ക്രിസ്തുവിനെ കാണും എന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ട്. നീതിയുണ്ട്, ആത്മനിയോഗമുണ്ട്, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ട്. ഹന്ന കന്യാകാലത്തിൽ കല്യാണം കഴിച്ചു, 7 വർഷം മാത്രം ഭർത്താവിനോട് കൂടെ ജീവിച്ചു. പിന്നെ ഭർത്താവ് മരിച്ചു. 84 വർഷം ഇസ്രായേലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ആലയം വിട്ട് വീട്ടിൽ പോയില്ല. രാവും പകലും ആലയത്തിൽ തന്നെ. ഉപവാസം, പ്രാർത്ഥന. കുഞ്ഞ് ജനിച്ച് കണ്ടപ്പോഴാണ് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, നീ നല്ലവൻ, നീ അത്യുന്നതൻ, നീ മഹോന്നതൻ. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവരോട് അവൾ ഈ കുഞ്ഞിനെ കുറിച്ച് പ്രവചിച്ചു, ഈ കുഞ്ഞിനെ കുറിച്ച് വിവരിച്ചു. ശുദ്ധീകരണത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ മറിയ ആലയത്തിൽ വന്നു. ആട്ടിൻകുട്ടിക്ക് വകയില്ല, അതുകൊണ്ട് കുറിപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയായിട്ട് ഒന്നിനെ പാപയാഗമായിട്ടും ഒന്നിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കാൻ വന്നു. സ്വാഭാവികമായിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാകത്തില്ലേ? ആട്ടിൻകുട്ടിക്ക് വകയില്ലാത്തത് കൊണ്ടാണ്. ഒട്ടും ഉണ്ടായില്ല. കോംപ്ലക്സ് ഉണ്ടാകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അരുളപ്പാട് കോംപ്ലക്സിനെ മാറ്റി. പ്രവചനം, ദൂത് കോംപ്ലക്സിനെ മാറ്റി. നിന്ദയ്ക്ക് പകരം മാനം. അപ്പൊ ഇന്നും ഇല്ലായ്മകളെ നിറയ്ക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നക്ഷത്രമാണ്. ഇന്ന് നക്ഷത്രം നമ്മൾ തൂക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മൾ അവന് ഇടം കൊടുത്തപ്പോൾ അത് മഹത്വമായി മാറി, മാനമായി മാറി. അതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും പശുത്തൊഴുത്തിലിരിക്കുന്ന മറിയെയും ജോസഫിനെയും ആശ്വസിപ്പിക്കാൻ ആട്ടിടയന്മാർ ദൈവത്തിൻ്റെ ദൂതുമായി വന്നതുപോലെ അവർ പിന്നീട് സത്രത്തിലേക്ക് മാറിയപ്പോൾ, വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ജ്ഞാനികൾ സ്വർണവും മോറും കുന്തിരിക്കവും കൊണ്ടുവന്നതുപോലെ ന്യായപ്രമാണപ്രകാരം ആലയത്തിൽ യാഗം കഴിക്കാൻ വന്നപ്പോൾ ശീമോനും ഹന്നയും സംസാരിച്ചതുപോലെ നമ്മുടെ ആവശ്യങ്ങളിൽ വെളിപ്പെടുന്ന അരുളപ്പാടാണ് ക്രിസ്തു. എല്ലാ നേരത്തും ഏതാവശ്യത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ശബ്ദം അത് നിങ്ങളെ ബലവാനാക്കും, ജ്ഞാനിയാക്കും, ധനവാനാക്കും. ആ അരുളപ്പാട് പിശാചിന്റെ കോട്ടകൾ ഇടിക്കും. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ധൈര്യത്തോടെ പറയും. 5 കൊച്ചു മനുഷ്യരുടെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. ജോസഫ് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇല്ല എന്ന് വേണേൽ പറയാമായിരുന്നു, പറഞ്ഞില്ല. കൊച്ചിൻ്റെ അപ്പൻ ഞാനല്ല എന്ന് ജോസഫ് പറഞ്ഞില്ല. ഹണിമൂണില്ല, കല്യാണമില്ല, ആഘോഷമില്ലെന്ന് മറിയ എന്ന യൗവനക്കാരിയും പറഞ്ഞില്ല. ഞാൻ പുരോഹിതനല്ല, മേലങ്കിയില്ല എന്ന് ശീമോനും പറഞ്ഞില്ല. കുടുംബജീവിതം കിട്ടിയില്ല, മക്കളില്ല, കുടുംബമില്ലെന്ന് ഹന്നയും കണ്ടില്ല. ഞങ്ങൾ വീടിന് പുറത്താണ്, എല്ലാവരും ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉറങ്ങാതിരിക്കുകയാണെന്ന് ഇടയന്മാരും പറഞ്ഞില്ല. മറിച്ച് ജോസഫ് മേരിക്ക് ആശ്വാസമായി, മേരി ജോസഫിന് സന്തോഷമായി. ഇടയന്മാർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി, അവർക്ക് വേണ്ടി പാട്ടുപാടി. ആ സന്തോഷം അവർ കാലിത്തൊഴുത്തിൽ കൊണ്ടുചെന്നു. അപ്പോൾ കാലിത്തൊഴുത്തിലാണ് ശീലകൾ പൊതിഞ്ഞു കിടക്കുന്ന കുഞ്ഞിനും ആ കാലിത്തൊഴുത്തിനും അത് സന്തോഷമായി. യാഗമർപ്പിക്കാൻ കുറുപ്രാവുമായിട്ട് വരുന്നവരെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവുള്ള, അരുളപ്പാടുള്ള, മരണം മാറി ഭയപ്പെട്ടു നിൽക്കുന്ന നീതിമാന്റെ ജീവവൃക്ഷം പ്രതിഫലമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പ്രതിഫലം വാങ്ങാൻ വന്ന ശീമോന് കുഞ്ഞ് ആശ്വാസമായി. ശീമോൻ ഇവർക്ക് ആശ്വാസമായി. ഹന്നയ്ക്ക് ഈ കുടുംബം ആശ്വാസമായി. ഹന്ന അവിടെ കൂടിയിരുന്നവർക്ക് ആശ്വാസമായി. ഇന്നും ക്രിസ്മസ് അത് തന്നെ. ഓരോ നക്ഷത്രം വിടുമ്പോഴും ഉദയനക്ഷത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിച്ചാൽ, അരുളപ്പാട് പ്രാപിച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും സന്തോഷമാകും. അപ്പുറത്തേക്ക് ആത്മമണ്ഡലത്തിൽ അത് അധികാരങ്ങളെയും വാഴ്ചകളെയും വാഴുന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാടായി മാറും. സകല മാനുഷാധികാരങ്ങളെയും വാഴുന്നവനായി, സഭയുടെ തലയായി, എല്ലാറ്റിനെയും എല്ലാം നിറയ്ക്കുന്ന നിറവായി ആ സന്തോഷം വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവ് കൃപ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, വെളിച്ചം നൽകട്ടെ. ആമേൻ.